ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് മുണ്ടക്കുന്നുമ്മത്തെ പെരയിലാണ് കേട്ടോ. ഞാനും ആളും ഇന്നലെ വന്നിട്ട് വീടൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ തേപ്പ് പണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മണലും സിമെൻറ്റും ആകപ്പാടെ പൊടിയായിരുന്നു കേട്ടോ. ആകെ അലങ്കോലമായി കിടക്കിയിരുന്നു. അപ്പോൾ ഇന്നലെ വന്നിട്ട് താഴെ മുകളിലൊക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസം ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് പോരാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. വീട് പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അടുക്കള ഭാഗവും പിന്നെ അതുപോലെ ഒരു റൂമും ഞങ്ങൾ ഇന്നലെ സിമെൻറ്റ് കലക്കി പാർന്നിട്ടുണ്ട് കേട്ടോ തൽക്കാലത്തിന്. ഞാൻ രാവിലെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഫിനുവിനെയും ദീനുവിനെയൊക്കെ മദ്രസയിലേക്ക് കൊണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനും ആളും ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നമ്മൾ സിമെൻറ്റൊക്കെ കലക്കി പാർന്നു. അപ്പോൾ പിന്നെ അത് നനക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നേരത്തെ രാവിലെ തന്നെ പോന്നു കേട്ടോ. അങ്ങനെ നനക്കലൊക്കെ കഴിഞ്ഞതാ ഞാൻ ശങ്കരമ്പടിയിൽ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട് എന്ന് പറഞ്ഞ വീടാവുന്നേ ഉള്ളൂ. ഇനിയും 4 വരെ പടുത്ത് വാർക്കാനുണ്ട് കേട്ടോ. നമ്മളുടെ ഫണ്ട് ഇനിയും കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അതിന് ചുറ്റോറും കാടായിരുന്നു കേട്ടോ. അപ്പോൾ നിസാർക്ക് വന്നപ്പോൾ ഞാൻ നിസാർക്കുമ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീടിൻ്റെ ഉൾഭാഗം കണ്ടോ കാട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ ഒഴിവ് കിട്ടുന്ന സമയത്ത് അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഭാഗം എനിക്ക് പറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ പറിച്ചെടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് നിങ്ങോട്ട് പോന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തും ചെറുതായിട്ട് പുല്ല് മുളയ്ക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പുല്ല് പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാനുണ്ട്. പുല്ല് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മേമാൻ്റെ വിളി. അപ്പം മേമ വിളിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരുകൊണ്ട് മേമ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുകളിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ അടക്കപ്പഴ മരത്തിൻ്റെ കൊമ്പൊക്കെ പറ്റ പെരമ്പക്കണ് ചാഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇല എടുക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കുമ്പോൾ ഞാൻ കൊമ്പായിട്ടാണ് കേട്ടോ പൊട്ടിക്കൽ. കൊമ്പുകൾ പൊട്ടിച്ചാൽ പിന്നെ അവിടെ തെഴുത്ത് വരുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മേമാക്കും അതായത് വീട്ടിലേക്കുള്ള കറിവേപ്പിലയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത്. വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവച്ചത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടോടത്തേക്കുള്ളതാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടക്കപ്പഴം മരത്തമ്മ അടക്കപ്പഴം പഴുത്തതുണ്ടെന്നാണ് നോക്കുന്നത് കേട്ടോ. 2 മരമുണ്ട്. 2 മരത്തമ്മ നന്നായി കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇലകൾ കൊണ്ട് ശരിക്ക് അടക്കപ്പഴം കാണാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ ചെല്ലുന്ന സമയത്തൊന്നും അടക്കപ്പഴം പഴുത്തത് കിട്ടാറില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ കിളികളുണ്ടല്ലോ ഒക്കെ പാകാവുമ്പോൾ കൊത്തി താഴേക്ക് വീഴ്ത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പെരയിലേക്കൊക്കെ വന്നു കേട്ടോ. പെരയിൽ വന്നേക്ക് ഞാൻ പെട്ടെന്ന് തുണികൾ തിരുമ്പിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇന്ന് വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, മഴക്കാറൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തുണികൾ തിരുമ്പിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത് തിരുമ്പിയതിന് ശേഷമാണ് ഞാനിതാ ഈ കോളിഫ്ലവർ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും കോളിഫ്ലവറൊക്കെ മസാല തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്നുണ്ടല്ലോ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവർക്കും കോളിഫ്ലവർ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പൊരിച്ച് കഴിഞ്ഞാൽ പാത്രം കാലിയാവണത് അറിയില്ല, പെട്ടെന്ന് തീരും കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ ബീഫാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. എൻ്റെ ഉമ്മയൊന്നും ബീഫ് തിന്നൂല കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് കോളിഫ്ലവറും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും നമ്മളെ ശ്രദ്ധ മുറ്റത്താണ് കേട്ടോ. എന്താ കാരണം? നമ്മളെ തുണികൾ മുറ്റത്താണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മഴക്കാർ ഉണ്ടേനും ചെറുതായിട്ട് ഇടയ്ക്ക് ചാറും ചെയ്യും കേട്ടോ. അപ്പോൾ ഓടി ചെന്ന് തുണികൾ എടുത്തു വെക്കും. പിന്നെയും വെയിലറിച്ചിടേണ്ട സമാധാനം ഉണ്ടാവില്ല. പിന്നെയും നമ്മൾ ചെന്നിട്ട് മുറ്റത്തിടും. അപ്പം തന്നെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെ കാരം. തുണികളൊന്നും ഉണങ്ങി കിട്ടണ്ടേ അല്ലേ? 3-4 ദിവസം നമുക്ക് നല്ല വെയിലായിരുന്നു അല്ലേ? മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മഴ ഇല്ലെങ്കിലും പ്രശ്നമാണല്ലോ അല്ലേ? എന്തായാലും നമുക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് ഇന്നലെ കഴിഞ്ഞു. വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചായക്ക് കടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ മഴയൊക്കെ പെയ്തതല്ലേ, അപ്പോൾ പൂതേക്ക് എന്താ അറിയില്ല അരിമണിയൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചായക്കടി ഇതൊക്കെയാണ്. ആദ്യമൊക്കെ എപ്പോഴും ഇത് വറുത്തിരുന്നു കേട്ടോ. ഇപ്പോഴല്ലേ ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.